ഈ ഇടവേളകൾ ആനന്ദമാക്കാൻ വേണ്ടി സീരിയൽ നമുക്ക് ഇപ്പൊ വേണമെങ്കിലേ എല്ലാവർക്കും കൂടി ഇറങ്ങിയിട്ടേ. ഹലോ ബസ്സോണ, ഇത് ഞാനാണ് രായൻ. എവിടേക്കാണ്? എടാ ഞാൻ സ്കൂളിലുണ്ട്. ബിസിയാണാ? അല്ലല്ല, നീ എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ മുതുക്കിലുണ്ട്. ഞാൻ ഗ്യാങ്ങിലൊക്കെ കേറി. അത് എന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എവിടേക്കാണ്? ഞാൻ എന്താ, നീ ഇവിടെ സ്കൂളിലോട്ട് വാ. ആ ഓക്കെ ഓക്കെ, അങ്ങോട്ടേ. വാ 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 വാ. സെറ്റാക്കി വെക്ക്. നമുക്ക് ഇവനെയും കൂട്ടി പോവാ വാസുന. അണ്ണാ നമുക്ക് വേണമെങ്കിലേ ഗ്യാങ് ഹൗസിലോട്ട് പോയാലോ? ഗ്യാങ് ഹൗസിലോട്ട് ഓ തന്തയോ അവിടുന്ന് ഇങ്ങോട്ട് ഹലോ, ഗ്യാങ് ഹൗസിലോട്ടോ? ഗ്യാങ് ഹൗസിലോട്ടോ? ഗ്യാങ് ഓക്കെ ഹൗസിലോട്ടോ? ഓക്കെ, അങ്ങോട്ട്. രായനൊക്കെ ഗ്യാങ് ഹൗസിലോട്ട് വരുന്നടാ. എടാ അശ്വനെ കൂടെ ഒന്ന് വിളിക്കൂ. അയ്യോ എടാ, സോറി. അശ്വനെ പെട്ടെന്ന് വാ. എടാ ഗ്യാങ് ഹൗസിലോട്ട് വാടാ. എല്ലാരും വണ്ടി എടുത്ത് ഗ്യാങ് ഹൗസിലോട്ട് വാ. വേറൊരു വണ്ടി കൂടെ കുഴപ്പമുണ്ട്. അതൊന്നും എന്നെ കറ്റാത്ത കുടുംബത്തിൽ കയറ്റി. പോട്ടെ. എടാ ലക്സ് എന്തി കേറിയോ അവൻ? എടാ ലക്സ് എന്തി? ലക്സ് കേറിയാ? കേറി അശ്വനെ ഹലോ. വാസു പറയടാ. അശ്വനെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുറച്ചുപേര് പോയായിരുന്നു അശ്വനെ. എന്ത് പറ്റി? പെൻഷൻ പറ്റിപ്പോയതാണോ? സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ എനിക്കല്ലേ ആദ്യം പെൻഷൻ പറ്റണ്ടേ? എനിക്ക് എത്ര വയസ്സായി? പെൻഷൻ കൊടുക്കാൻ പറ്റാവോ? ഒരു കണക്കിന് പട്ടാളല്ലേ? വെടി പോകാ. അശ്വനെ അത് കുറച്ച് അവർക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവര് പോയായിരുന്നു. അപ്പൊ നമ്മുടെ രായനൊക്കെ ഓർമ്മയില്ലേ? രായനെ ഓർമ്മയില്ലേ? ആ പിന്നില്ലാണ്ട്. ആ രായൻ അപ്പൊ ഇപ്പൊ ഇവിടെ ബെല്ലാരി കുടുംബത്തില് കേറി. അതെയാ? രായനല്ലേ ഇവിടെ ഉണ്ടാവണ്ട? അപ്പൊ ഇന്ന് വന്ന് രായൻ ഇന്ന് കൊറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു 3-4 മാസമായി രായനെ കണ്ടിട്ട്. രായൻ എന്തായിരുന്നു? എന്റെ അമ്മ, ഈ ഊമ്പിയ ക്യാമറ ഉണ്ടാക്കി വെച്ച ഗവൺമെന്റ് തലയിൽ ഇടുത്തി വീണാവും പൊഴിച്ച് കത്തുവാണേ. അത്ര പൈസ പോവല്ലേ? പിന്നെ 5 ലക്ഷം. ഓ അവരെല്ലാരും കൂടി വന്നേക്കണം. ഇങ്ങനെയാണോ പാർട്ടി നെഞ്ഞത്തോട്ട്? ഓ അണ്ണാ പറയണ. വാസു അവരപ്പം പോയല്ലേ? ഇങ്ങോട്ട് വാ. അശ്വനെ വാ. ഇതാരിത്? അശ്വനെ ഓർമ്മ? വിജയം വിടേണ്ടി വരും. മയിര് ആഴ്ചക്ക് മുടിയാറ്റുന്നവനെയൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? കാണുന്നല്ലേ ഇതാരാ? പൈനാപ്പിൾ തന്നെ ഏതാ ഫ്രെയിം? എടാ വാ, അത്തോട്ട് വാ. മീറ്റിംഗ് റൂമിലോട്ട് വാ. അങ്ങോട്ട് കൊണ്ടുവാ. വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കട്ടെ. ഒരണ്ടിയില്ല ഇവിടെ, അണ്ടി മാത്രമേ ഉള്ളൂ. എന്തിനു വർത്താനോ അപ്പുകൂട്ടാ? അതല്ല അണ്ടി മാത്രമേ ഉള്ളൂ. അണ്ടി എടുത്ത് കൊടുക്കട്ടെ. ഉള്ളത് കൂടെ. ചന്ദ്രൻ ഇന്ന് പുറത്തു പോയേക്കണടാ. ഇന്ന് ടർഫായിരുന്നു നമുക്ക് ആക്ച്വലി. അപ്പൊ ടർഫ് ലാസ്റ്റ് ടർഫ് നാളത്തേക്ക് മാറ്റി വെച്ച്. ഇതെന്താ ഇവൻ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കണേ?
അല്ല അവൻ അങ്ങനെയാണ്, അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഓ തലയില് അണ്ണാ ഇവനെ തിരിച്ചാർത്തിട്ട് പോയി പറഞ്ഞു വിട്ടാ. ഡ്രസ്സൊക്കെ ഇട്ടേക്കണ്. ഓ അണ്ണാ അണ്ണാ അതെ ആർത്തിട്ട് പോയി കെവിൻ ഡ്രസ് വെക്ക്. എന്താടേലും പുറത്താക്കാം. ക്യാരക്ടർ ഇട്ടിട്ടില്ല. അണ്ണാ പറയടാ നെക്സ്റ്റ് ഡേ എല്ലാവരും ഒന്ന് ഇരിക്കണേ. ഓ വന്ദരാണ്. ആ രാണാ ആ അണ്ണാ എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു വാസന്റെ അടുത്ത്. ഓ പറ മന്ദാരം കല്യാണമൊക്കെ കഴിയാറായി മന്ദാരത്തിന്റെ. ഞാനെല്ലാം അറിയുന്നുണ്ട്. ഇപ്പൊ ഇന്നൊരു കൊച്ചുണ്ടായെന്ന് പറഞ്ഞ എന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു എനിക്ക്. കൊച്ചൊക്കെ ഉണ്ടായി നമ്മളടുത്തൊന്നും പറഞ്ഞില്ലണ്ണ. എന്നോട് പോലും പറഞ്ഞില്ല പിന്നല്ലേ. ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്താ. അത് ഷിജു. ഇപ്പൊ ദത്തെടുപ്പ് ഇവിടെ ഒരു ട്രെൻഡാണ്. അതെ എടാ എല്ലാരും ഇരിക്കടാ, നിങ്ങളെല്ലാം ഇരിക്കടാ. പത്തം പറ്റി കഴിയുമ്പോ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും കയറി നീ വാ. വില്ലി ഇറങ്ങിയാ എല്ലാരും കഴിക്കണം ഫുഡ് കഴിക്കണം. ചായ ഗുലാനല്ലേ? ഇല്ല ഗുലാൻ വന്നില്ല. നമ്മള് പുതിയതായിട്ട് ഞാന് സ്റ്റീവ് പിന്നെ ഫ്ലഫിയാണ് പുതിയതായിട്ട് കയറിയത്. അതല്ലാതെ പുതിയൊരു പയ്യനും കൂടി ടൂൾ എന്ന് പറയും. അല്ലാതെ പുതിയതായിട്ട് ഇറ്റാച്ച ഉണ്ട്. അവനും ഇല്ല. മനസ്സിലായി. അവൻ ഫ്ലഫി ഒന്നില്ല. ഫ്ലഫി ഇതായില്ല. റേഡിയോ അവ കയറി ഉടനെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ ഇറങ്ങി. ഇതെടാ എല്ലാരും ഒന്ന് പരിചയപ്പെടും. പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെണ്ണ. അപ്പൊ ജസ്റ്റ് കുറച്ചൊക്കെ കാണാൻ അറിയാം. ഏബല്, ശിവ, പുതിയ ആൾക്കാർ പുതിയതായിട്ട് കുറച്ച് പേര്. എടാ ഫ്രണ്ടിലോട്ട് വാടാ. റെനു സിദ്ധു ഹോമസാപ്പ വാടാ ഫ്രണ്ട് വാ. ഇവരൊക്കെ പുതിയ മെമ്പേഴ്സ് ആണ്. പുതിയതായിട്ട് വന്നവരെ ഒന്നൊന്ന് എല്ലാരും ഒന്ന് അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. അവരെ നിങ്ങളെ പേരും കാര്യങ്ങളൊന്നും പറയാം. ഞാൻ സിദ്ധു. എടാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാടാ. അവിടെ സംസാരിക്കടാ. ഇവിടെ സംസാരിക്കുമല്ലേ എല്ലാരും. നിങ്ങളെല്ലാം ഇങ്ങോട്ട് വാ. ഞാൻ മാത്രമേ കേട്ടു. ഇത് സിദ്ധു അണ്ണ. ഹായ് സിദ്ധു. ഹായ്. അടുത്ത ആള് ഞാൻ റിനു ഡബ്ല്യു. ഹായ് റിനു. ഹായ്. എന്താ പേരെന്താ? കക്കായി. ബാബാ അടുത്ത ആള് പെട്ടെന്ന് വാ. എന്തിരുത് ഇടത്തില് സ്റ്റേജ് പരിപാടിയാ. നിർത്ത്. അവൻ പോയാ ഉറക്കോ? ആ പറ ഹോമസാപ്പ്. ഹായടാ എല്ലാരും പരിചയപ്പെട്ടേ സന്തോഷം. എല്ലാരും ഇല്ലല്ലേ അണ്ണ ഇന്ന്? എല്ലാരും ഇല്ലല്ലേ ഗാങ്ങില് ഇന്ന്? ഇല്ലടാ നമ്മള് ആകെ കുറച്ചു പേരുള്ളൂ. ഇന്ന് കൊറേ പേര് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. എല്ലാരും ടർഫ് വാറിന് വേണ്ടിട്ട് നമ്മളെ ലൈനപ്പ് ഇട്ടിട്ട് ടർഫ് മാത്രം കളിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ ഇരുന്നതാ. അപ്പഴേ ആശ വന്നേ. നമസ്കാരം. ഇതിന്റെ ശബ്ദമൊക്കെ മാറിയല്ലോ. പപ്പടത്തിന്റെ വിസിയാണ് ആണല്ലേ? ഓ അതീന്നാണല്ലേ? ഓക്കെ. എന്നാ ആശ വന്നപ്പോ ഞങ്ങള് ചുമ്മാ കുറച്ചേരം സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞ സ്കൂളിലൊക്കെ പോയി. ഇന്ന് ആരും ഇല്ല, ടിവിയിൽ ആരും ഇല്ല. കൊറേ ദിവസമായി കണ്ടിട്ട്. അപ്പൊ നിങ്ങക്ക് ഇത്ര ഇതിനകത്ത് സ്ലോട്ട് ഉണ്ടായിരുന്നു? ഇത്രയും ഇല്ല, ഇപ്പൊ ഫുള്ളാണ്. 35 വരെ. ഇനി 35 ആയല്ലേ? 35. ഓ ഇനിയിപ്പം 35 പേരുള്ളതുകൊണ്ട് പ്രീ വാറിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ആൾക്കാരൊക്കെ ഇറങ്ങാം. 35 രണ്ടിടത്തും ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ മാറി നാരങ്ങ മൂടനല്ല. അപ്പൊ അവിടെ ഡയസിലും ഇവിടെ എല്ലാരും അങ്ങനെ ഇവിടുന്ന് ഉള്ള കുറച്ചുപേര് അപ്പുറത്തും ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു. സ്റ്റാലിനെ ഇവരൊക്കെ കണ്ടായിരുന്നു. 3-4 പേര് അപ്പുറത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ
ഓടാ സെറ്റ് സെറ്റ് അപ്പൊ അടിപൊളിയായിട്ട് പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളവിടെ കണ്ടതിനുണ്ട്. ഉറപ്പായിട്ടല്ല അതാ എനിക്കും പറയാനുള്ളത് വെച്ചാ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ സെറ്റ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ വേണം മുന്നിൽ അത് അണ്ണ അതൊന്നും ഒരു പ്രശ്നം വരത്തില്ല. ഇവിടെ അടുത്ത് ഓൾറെഡി ഞാൻ ഇവിടെ ഇല്ലെങ്കിലും പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആരും ഒരു പ്രശ്നത്തിന് ആരും അങ്ങോട്ടൊന്നും വരത്തില്ല. അല്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നാൽ പോലും അഥവാ എന്തെങ്കിലും സംസാരം വന്നാൽ പോലും അടുത്തൊന്നും സംസാരിക്കണമെന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പുതിയ പിള്ളേരാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്ന് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാലോടാ. അപ്പൊ നമ്മളില്ലാത്ത സമയത്താണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോകും. അറിയാലോ എല്ലാവർക്കും. അല്ല എന്തെങ്കിലും അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. അതാണ് അത് മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. നമുക്ക് ഒരുമിച്ച് പോകണം തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നെ പറഞ്ഞാൽ മതി. ഇല്ല ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. വേറെ പ്രശ്നമായിട്ട് അങ്ങനെയൊന്നും ഇല്ല. എന്തെങ്കിലും വന്ന് കണ്ടാലും ഒരുപാട് സന്തോഷമായ സത്യം. അയ്യാണ് അതങ്ങനെ കാണാൻ വേണ്ടി ഇരുന്ന ഫോണ് കളഞ്ഞു വേണം. അന്ന് പറ്റിയ സിറ്റുവേഷനില്ലേ കത്തിപ്പോയപ്പം ഐഡിയ എല്ലാം പോയി. അപ്പൊ അതുകൊണ്ടാണ് ഡിലേ ആയത്. ഓക്കെ അപ്പൊ നമ്മള് ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ, കിടിലായിട്ട് പോട്ടെ. എല്ലാരും ഇപ്പൊ വെടിവീരന്മാരെല്ലാരും വന്നല്ലോ. ഇനിയിപ്പോ സെറ്റ് ഓൾറെഡി അവര് സെറ്റാണ്. വെടി വെക്കുന്ന ആൾക്കാർ തോക്കോണ്ട് ആശാനെ ഓൾറെഡി സെറ്റാണ് അവര്. എല്ലാരും ഓൾറെഡി നല്ലതായിട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങളാവുമ്പോ സെറ്റ് ആവും. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ പോണെങ്കിൽ പോയിട്ട് പറയണ്ടോ? ഇല്ല വേറെ ഒന്നുമില്ല. എടാ എന്തെങ്കിലും പറയണ്ടോടാ? ഹലോ എന്താണ് ഉദ്ദേശം? നീല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ പോയതിന്റെ ഇത് ഞാൻ പറയാം. ഇത് നമ്മള് പോയപ്പം എടുത്ത് കളയെന്ന് പറഞ്ഞ് ആക്റ്റീവ് ആയില്ലെങ്കിൽ അപ്പൊ അന്ന് എങ്ങനെയാണോ അതേപോലെ ഇപ്പോഴും ആക്റ്റീവ് ഒന്നും അല്ല. അന്ന് പറഞ്ഞത് അതിനുശേഷം പിന്നെ ആളെ കണ്ടിട്ടില്ലേ? ഒരു വ്യത്യാസമല്ലേ? ഒരു വ്യത്യാസമില്ല. ആ ഡ്രസ് നല്ലോണം ചേരുന്നുണ്ടല്ലേ അവന്? നല്ലോണം ചേർന്നുണ്ടാക്കിയവനെ നീ വേണേ വിട്ടോ. ആയിട്ട് നിന്നോ? അണ്ണാ അപ്പൊ പോയിട്ട് ഇതെന്താ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് ആളുടെ പേരാ അതൊക്കെ. അച്ഛനെ പ്രളയിച്ച എന്തോന്ന് പറയുന്നു. ഇവിടെ ആവത്തില്ല ആശാനെ സന്തോഷമായി. ആശാനെ എല്ലാം കൊണ്ട് സന്തോഷായില്ലേ? പിന്നെ നല്ലൊരു ചെക്കനാട്ടോ. ആരാ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതെ എന്നാലും ഇത്രയും പിള്ളേരെ കൂട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല എന്നെ കാണിക്കാൻ. പിന്നെ അല്ല അതെല്ലാം നിങ്ങക്ക് എന്തേലും അറിയോ? ഒന്നും അറിയത്തില്ല സംഭവം ഒന്നും അറിയത്തില്ല. ഇപ്പൊ എന്തോ വീട് കാഴ്ച നടന്ന പോലെയാണ് ആള് വിചാരിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറയണ നിങ്ങൾ ആശാനെ?